ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറത്തിറക്കിയ ഒരു ചരിത്രപ്രധാനമായ ഉത്തരവാണ്. ഇതിലൂടെ അവർണർ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയ താഴ്ന്ന ജാതിക്കാർക്ക് ഹിന്ദുക്ഷേത്രങ്ങളിൽ പ്രവേശിച്ച് ആരാധന നടത്താനുള്ള അവകാശം ലഭിച്ചു. ഈ വിളംബരം കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറി. പശ്ചാത്തലം: ഹിന്ദുമതത്തിൽ ജാതി അടിസ്ഥാനത്തിലുള്ള കർശനമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം മാത്രമല്ല, ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുവഴികളിൽ സഞ്ചരിക്കാനും വിലക്കുണ്ടായിരുന്നു. ഇതിനെതിരെ 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരങ്ങൾ സാമൂഹിക നീതിക്കായി പോരാടിയെങ്കിലും സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. വിളംബരത്തിന്റെ പ്രസക്തി: ക്ഷേത്രപ്രവേശന വിളംബരം പുറത്തിറങ്ങുന്നതിന് മുൻപ് 1932 മഹാരാജാവ് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതി നിയോഗിച്ചിരുന്നു. എന്നാൽ സമിതി നൽകിയ റിപ്പോർട്ട് അവർണർക്കുള്ള ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചിരുന്നില്ല. ഇതിനിടയിൽ താഴ്ന്ന ജാതിക്കാർ വലിയ തോതിൽ മതപരിവർത്തനം ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മഹാരാജാവ് 1936 ഈ വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരത്തിന്റെ ഉള്ളടക്കം: വിളംബരത്തിൽ ഹിന്ദുമതത്തിന്റെ പരമാർത്ഥതയും സഹിഷ്ണുതയും അടിസ്ഥാനമാക്കിയുള്ള മതപരമായ വിശ്വാസങ്ങൾ പരാമർശിച്ചുകൊണ്ട് ജനനമോ ജാതിയോ കാരണം ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ ആരാധന നടത്താനോ ഉള്ള എല്ലാ നിരോധനങ്ങളും നീക്കുന്നതായി പ്രഖ്യാപിച്ചു. പ്രതികരണങ്ങളും ഫലങ്ങളും: മഹാത്മാഗാന്ധി ഈ വിളംബരത്തെ അഭിനന്ദിച്ച് മഹാരാജാവിനെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചു. ഇത് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് വലിയ പ്രചോദനമായി, മറ്റ് നാട്ടുരാജ്യങ്ങൾക്കും മാതൃകയായി. എന്നിരുന്നാലും കൊച്ചി രാജ്യം 1947 ഡിസംബർ 20 മലബാർ പ്രദേശം 1947 ജൂൺ 12 മാത്രമാണ് സമാനമായ ക്ഷേത്രപ്രവേശന അവകാശങ്ങൾ അനുവദിച്ചത്. സാമൂഹിക പ്രാധാന്യം: ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിലെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കും അയിത്താചാരങ്ങൾക്കും എതിരായ സമരങ്ങളിൽ നിർണായകമായ ഒരു വിജയമായി. ഇത് ഹിന്ദുസമുദായത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സമാനമായ ആരാധനാവകാശം ഉറപ്പാക്കുകയും കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു.